അന്വേഷണത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ് ശ്രീ VS അച്യുതാനന്ദൻ. അദ്ദേഹം ഞാനും അടുപ്പമാകാൻ കാരണം, ഞാൻ ഇടമലയാർ അന്വേഷണം കമ്മീഷൻ്റെ അല്ലെങ്കിൽ ഇടമലയാറിൻ്റെ തട്ടിപ്പിൻ്റെ അവസാനത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ. എനിക്ക് ആ ഇടമലയാർ അന്വേഷണം കമ്മീഷൻ്റെയും അന്വേഷണവും നടത്താൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ എന്നെ വിളിച്ചു. പോകാതിരിക്കാൻ മേല. എനിക്ക് രാഷ്ട്രീയ ചിന്തകളും മതചിന്തകളും ഒന്നും ഇല്ലാത്ത മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തിനെ പോയി DGP പറഞ്ഞു അത്യാവശ്യമായിട്ട് VSനെ പോയി കാണണമെന്ന്. ഞാൻ ചോദിച്ചു, എന്നാ താൻ ചെന്ന് പറ, അന്നേരം അറിയാം. പറഞ്ഞില്ല എൻ്റെ അടുത്ത്. ഞാൻ ആ ഇടമലയാർ അന്വേഷണം ഉദ്യോഗസ്ഥനാകുന്നതിന് താല്പര്യമില്ല എന്നൊക്കെ DGPക്കും അന്ന് ക്രൈംബ്രാഞ്ച് DGPക്കും ഒക്കെ അറിയാം. ഞാൻ കൂടുതലും തെളിയപ്പെടാത്ത മർഡർ കേസുകളാണ് കൂടുതലും അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ളതിന് എനിക്ക് താല്പര്യമില്ല എന്നറിയാം. എന്തായാലും DGP എൻ്റെ അടുത്ത് അത് പറഞ്ഞില്ല. ഞാൻ VSനെ കാണാൻ പോയി. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം അവിടെ വിളിച്ച് അവിടെ ഇരുത്തി. അതിനുശേഷം പറഞ്ഞു, ഇടമലയാറിൻ്റെ അന്വേഷണം ഞാൻ ഏറ്റെടുക്കണമെന്ന്. യൂസഫ് കുഞ്ഞെന്ന് പറഞ്ഞൊരു SP ഉണ്ട്, അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ചെയ്യണം. അതിനുശേഷം താങ്കൾ അന്വേഷണം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല, മുഖ്യമന്ത്രിയല്ലേ. ഞാൻ പറഞ്ഞപ്പം ശരി, ഞാൻ സമ്മതിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിപ്പം ധാരാളം കേസുകൾ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തെളിയിക്കപ്പെടാത്ത ധാരാളം മർഡർ കേസുകൾ ഞാനിപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ അംഗമാണ്. ശ്രീ MB ബാലകൃഷ്ണനാണ് എൻ്റെ ചീഫ്. അതൊക്കെ അറിയാം എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി. അതിനുശേഷം തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സിൽ ജോലി ചെയ്യുന്ന ഞാൻ അതിൻ്റെ ഒപ്പം ഇടമലയാർ അന്വേഷണ ഉദ്യോഗസ്ഥനുമായി. ഞാൻ അതിന് പ്രത്യേക ഒരു ഓഫീസുണ്ട് തിരുവനന്തപുരം PMG തന്നെ. അവിടെ ടണ്ണ് കണക്കിന് ഇടമലയാറിലെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകൾ അവിടെ കുന്നുകൂടിയിട്ടിട്ടുണ്ട്. അഡീഷണൽ ചാർജാണ്. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് ടേക്ക് ഓവർ ചെയ്തു. യൂസഫ് കുഞ്ഞ് സാറ് അത് റിട്ടയർ ചെയ്തു. അപ്പോൾ ഞാൻ ആലോചിച്ച് എന്തുകൊണ്ടാണ് VS അച്യുതാനന്ദൻ എന്നെ തന്നെ ഇത് പിടിച്ചേൽപ്പിച്ചത്. അപ്പോൾ ഞാൻ രഹസ്യമായിട്ട് അറിഞ്ഞത് അതാണ് VSൻ്റെ ബുദ്ധി. കാരണം ആര് പറഞ്ഞാലും അദ്ദേഹം അത് കേൾക്കില്ല. അദ്ദേഹത്തിന് സ്വന്തമായ തീരുമാനം എല്ലാത്തിലുമുണ്ട്. അതാണ് ആ വ്യക്തിത്വം എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അത് ഞാൻ അന്വേഷിച്ചപ്പം അദ്ദേഹം എന്ത് ചെയ്തു, കേരളത്തിലെ ജില്ലാ സെക്രട്ടറിമാർ, ജില്ലാ പ്രസിഡന്റുമാർ CPMൻ്റെ 14 ജില്ലകളിലും ഉള്ള ആൾക്കാരെ വിളിച്ച് ജാതി മത വർഗീയ ചിന്തകളില്ലാത്ത കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, DYSP ആൻഡ് SP-മാരുടെ കണക്കെടുക്കാൻ പറഞ്ഞു. ഓരോ ജില്ലാ കമ്മിറ്റിക്കാരും ഈ ജാതി മത വർഗ രാഷ്ട്രീയ ചിന്തയില്ലാത്ത ആൾക്കാരുടെ ലിസ്റ്റ് എടുത്ത് 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ. അതിൽ ടോപ്പ് റാങ്ക് എനിക്കാണ്. എൻ്റെ ബാച്ചിൽ തന്നെ ജോഷുവ, അദ്ദേഹമാണ്, അദ്ദേഹത്തിന് IPS സെക്രട്ടറി, എൻ്റെ ബാച്ചിൽ തന്നെയുള്ളതാണ്. ഒന്ന് അദ്ദേഹമായിരുന്നു. മറ്റൊരു DYSP, അദ്ദേഹം SNDP വിഭാഗത്തിലെ ഒരാളാണ്, അദ്ദേഹമായിരുന്നു മൂന്നാമത്തെ ആൾ. ജാതി മത ചിന്തയില്ലാത്ത 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് നറുക്ക് വീണു, ഞാൻ തന്നെ ഇടമലയാർ കമ്മീഷൻ അന്വേഷിക്കണം. അതിനകത്ത് ആ ഇടമലയാർ കമ്മീഷൻ്റെ ഒരു ജഡ്ജുണ്ടായിരുന്നു, പ്രത്യേക കോടതിയുണ്ട്, പ്രത്യേക അഡ്വക്കറ്റ്സ് ഉണ്ട്, പ്രോസിക്യൂഷന്. അതിന് ബാലകൃഷ്ണ പിള്ളയായിരുന്നു അതിൻ്റെ മുഖ്യപ്രതി. അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപണമുണ്ട്. ഇടമലയാറിലുള്ള സിമെൻറ്റ് വെട്ടിച്ചു. അവിടേക്ക് ടണ്ണ് കണക്കിന് സിമെൻറ്റുകൾ ഇടമലയാറിൽ വന്നു, അത് മറിച്ചു വിറ്റു എന്നുള്ളൊരു ആരോപണമാണ്. ബാലകൃഷ്ണ പിള്ളയായിട്ട് ഞാൻ നല്ല അടുപ്പമായിരുന്നു. അവരുടെ ഗണേശനുമായിട്ട് അടുപ്പമുണ്ട്, അവരൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. പക്ഷേ ആ ആരോപണത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് 1 വർഷം ഏകദേശം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. ഞാൻ ആയിരുന്നു അതിൻ്റെ അവസാനത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. അതിനു മുമ്പുണ്ടായിരുന്ന SP കൃഷ്ണമൂർത്തി, SP ഗോപിനാഥ്, യൂസഫ് കുഞ്ഞ്, ഇവരൊക്കെ SP-മാരായിരുന്നവരാണ് അത് അന്വേഷിച്ചത്. അതിൻ്റെ ബാക്കി പത്രം ഞാനാണ് അന്വേഷിച്ചത്. അപ്പോൾ അദ്ദേഹം
ഞാൻ അതിനകത്ത് വിട്ടുവീഴ്ച ചെയ്യില്ല. കുറ്റം ചെയ്തവർക്കെതിരായിട്ട് അതിശക്തമായിട്ട് കോടതികളിലും അന്വേഷണത്തിലും ഉണ്ടാവും പിന്നിൽ എന്ന് VS മനസ്സിലാക്കിയിരിക്കുന്നു. എൻ്റെ കുറേ കേസുകളൊക്കെ അദ്ദേഹം പഠിച്ചിരിക്കുന്നു. അതിനകത്ത് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ്, അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിലുള്ളവരെടുത്ത് പലരെടുത്തും ചോദിച്ചു. ഓരോ 14 ജില്ലയിലും അന്വേഷിച്ചു. അപ്പോൾ അവർ കൃത്യമായ ഉത്തരം കൊടുത്ത്, ഒന്നെങ്കിൽ രാഷ്ട്രീയ ചിന്തയുണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ മതചിന്ത ഉണ്ടാവും, അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിച്ച് അപ്പുറത്തും മറുകണ്ഠം ചാടുന്ന ഉദ്യോഗസ്ഥന്മാരാണ് കേരളത്തിൽ. അതുകൊണ്ടാണ് ഇന്നും അതിശക്തമായി ഞാൻ അത് എതിർക്കുന്നത്. മറ്റൊരു കാര്യം, ഞാൻ മദ്യപിക്കത്തില്ല, ഇതുവരെ മദ്യപിച്ചിട്ടില്ല, വൈൻ പോലും കഴിച്ചിട്ടില്ല. പലർക്കും അത് വലിയ രസകരമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ കൈക്കൂലിയും വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ജീവിച്ചൊരു വ്യക്തിയാണ്. അത് VS കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ ആൾക്കാരെ കണ്ടെത്തുന്നതും ഇതുപോലെയുള്ള കറക്റ്റായ ആൾക്കാരെ അദ്ദേഹം കണ്ടെത്തും. അതാണ് VSനുള്ള ഗുണം. അത് തന്നെയല്ല, ആ കേസിൻ്റെ ഓരോ നിമിഷത്തിലും എന്നെ വിളിക്കും. എന്തായി, എവിടെയായി, എങ്ങനെയായി. ആ കേസിനകത്ത് 2 സാക്ഷികൾ, ഒരാൾ ആസാമിൽ നിന്നും മറ്റൊരാൾ UN-ലെ ഒരു ജോലി ചെയ്യുന്ന ഒരാളും, 2 പേര് സാക്ഷികളാണ്. അവരെ കൊണ്ട് മൊഴി കൊടുപ്പിക്കാൻ അവർ പല സ്ഥലത്തും പല സമയത്തും ഇന്ത്യയിലെത്തില്ല. അങ്ങനെ കമ്മീഷൻ ആകെ വിഷമിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഞാനതിൻ്റെ പുറകെ നിന്ന് 2 പേരെയും കൊണ്ടുവന്ന് അവിടെ മൊഴി കൊടുപ്പിച്ച് അങ്ങനെയാണ് ആ ഒരു ശിക്ഷ വന്നത്. അപ്പോൾ VS അച്യുതാനന്ദ അദ്ദേഹത്തിൻ്റെ നിശ്ചയങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യത്തിലുള്ള തീരുമാനങ്ങൾ, അത് വ്യക്തിപരമായി അദ്ദേഹം അന്വേഷിച്ച് ബോധ്യപ്പെട്ട ശേഷമാണ് അങ്ങനെയുള്ള പോലീസ് ഓഫീസറെ തന്നെ അദ്ദേഹം ഏൽപ്പിക്കുകയുള്ളൂ. അതുതന്നെയല്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു സമയത്ത് ആര് പറയണം കേൾക്കില്ല എന്ന് പറയുന്നൊരു കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് അദ്ദേഹം കുറച്ച് അപ്രിയം കാണിച്ചു. എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന്. അപ്പോൾ DGP പറഞ്ഞു, ജോർജ് എസ് വേറെ 4 കേസ് കൊണ്ട് എടുക്കാൻ പറഞ്ഞു. അതിനകത്ത് ഒരു ആരോപണം, ബാലകൃഷ്ണപിള്ളയ്ക്കെതിരായിട്ട് വന്നൊരു ആരോപണം, അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ട്രെയിനിൽ വന്നിറങ്ങിയ സിമൻറ്റ്, ലോറിക്കണക്കിന് സിമൻറ്റ് അവിടുന്ന് അപ്രത്യക്ഷമായി. അതായിരുന്നു ഒരു ആരോപണം. അത് അവിടുന്ന് മറച്ചു വിറ്റു എന്നുള്ളതാണ്. അതിനുശേഷം ആ കേസ് അന്വേഷണം മധ്യേ എന്നോട് ചില അപ്രിയങ്ങൾ VS പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞു, ആ കേസിനകത്ത് ചില 4 കേസ് എടുക്കണമെന്ന് അദ്ദേഹം നിർബന്ധിച്ച് പെട്ടെന്ന് എടുക്കണം. ഞാൻ എടുത്തില്ല. അത് എന്തുകൊണ്ട് എടുത്തില്ല എന്ന് അത് എൻ്റെ DGPയുടെ അടുത്തോ ക്രൈംബ്രാഞ്ച് DGPയുടെ അടുത്തോ ഞാൻ പറഞ്ഞില്ല. അവരെൻ്റെ VS പറഞ്ഞിട്ട് എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല, ഞാൻ എടുത്തില്ല. അതിന് ശേഷം ഈ കേസിൻ്റെ ശിക്ഷ കഴിഞ്ഞ ഉടനെ മറ്റ് 4 കേസും ഇവിടെ ഞാൻ എടുക്കണം. അതിന് VS എന്നെ ഒരു 4-5 മാസം എയറിൽ നിർത്തി, എനിക്ക് പോസ്റ്റിംഗ് തരാൻ നിർത്തി. ഞാൻ മിണ്ടിയില്ല. അതിനുശേഷം പിന്നെ എന്നെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഈ കേസിനകത്ത് എന്തുകൊണ്ട് സാറ് പറഞ്ഞിട്ട് കേസ് എടുത്തില്ല എന്ന്. കാരണം ആ കേസ് എടുത്താൽ അതിനകത്ത് പ്രതിയാകുന്ന 2 എഞ്ചിനീയർമാരുണ്ട്. അവർ ബാലകൃഷ്ണപിള്ളയുടെ കേസിലെ സാക്ഷികളാണ്. ഇവരെ നമ്മൾ കുരുക്കിക്കഴിഞ്ഞാൽ അവർ സാക്ഷി അവിടെ പറയില്ല. VSന് വലിയ സങ്കടമായിപ്പോയി. എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാൻ മിണ്ടിയില്ല. കാരണം പഴയ കാര്യങ്ങളും നേരിട്ട് VSനോട് പറയാതെ എൻ്റെ DGP മുഖേനയാണ് പറയുന്നത്. അത് അവിടുന്ന് ചോരും എന്നെനിക്കറിയാം. അതുകൊണ്ട് മിണ്ടിയില്ല. അതിനുശേഷം എനിക്ക് പോസ്റ്റിംഗ് ഇല്ലാതെ ഇരിക്കുമ്പോൾ വേറൊരു സംഭവം ഉണ്ടായി. അന്നേരം കേരളത്തിലെ പല ടാക്സിക്കാരെ കൊന്ന് കലിങ്ങിനടി കൊണ്ട് വെച്ച് വണ്ടി കൊണ്ടുപോകുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട്. അതിനകത്ത് ഞാനൊരു PhD എടുത്തെന്നാണ് പറയുന്നത്. 4-5 കേസ് ഞാൻ പിടിച്ചു വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ നെടുമങ്ങാടുള്ള ഒരു CA2-ലെ ഒരു ഡ്രൈവർ അവിടുന്ന് കാർ ആരോ പിടിച്ചുകൊണ്ട് പോയി അയാളെ പത്തനംതിട്ട ജില്ലയിലെ ഒരു സ്ഥലത്ത് കൊന്ന് ആ കാറിൻ്റെ ഡിക്കിക്കകത്ത് വെച്ചിരുന്നു. അത് അവിടെ ആരാണ് മരിച്ചു കിടക്കുന്നത്, ഡിക്കിയിലിരിക്കുന്നതെന്നും അറിയാൻ മേല എല്ലാവരും. അന്നേരം ക്രൈംബ്രാഞ്ച് DIG ആയിരുന്ന എനിക്ക് തോന്നുന്നു, അത് IG ആയിരുന്നു, CB മാത്യു. അന്ന് VSൻ്റെ അടുത്ത് പറഞ്ഞു,
ജോർജ് ജോസഫ് എവിടെയുണ്ട്, എൻ്റെ എക്സ്പെർട്ട് ഞാനാണെന്ന്. ഞാനിങ്ങനെ ഏറി നിൽക്കുക. അപ്പം BS കണ്ടിട്ടായിരിക്കണം CB മാത്യു എൻ്റെ അടുത്ത് പറഞ്ഞു, ജോർജ് ജോസഫ് എത്രയും പെട്ടെന്ന് അവിടെ പോകണം. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് പോസ്റ്റിംഗ് ഇല്ല, എനിക്ക് പോസ്റ്റിംഗ് എന്നാൽ പോവാം, എനിക്ക് പോസ്റ്റിംഗ് ഇല്ല, അങ്ങനത്തെ പോസ്റ്റിംഗ് ആണെങ്കിലേ പോവുള്ളൂ. ഞാൻ ചെന്ന് കേസ് അന്വേഷണം ഏറ്റെടുക്കാൻ ഒക്കില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് ഏറ്റെടുത്ത് ഗവൺമെൻറ് ഉത്തരവ് വരും. അങ്ങനെ ഞാൻ അവിടുന്ന് ക്രൈംബ്രാഞ്ച് ADGP കാർ അയച്ചു തന്ന് ഞാൻ നേരെ പത്തനംതിട്ട ജില്ലയിൽ പോയി. ആ ഡെഡ് ബോഡി കിടന്ന സ്ഥലത്ത് ചെന്നു. കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഗവൺമെൻറ് ഉത്തരവ് വന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ എന്നെ DYSP ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ. ആ കേസ് സർവ്വദൈവങ്ങളെയും വിളിച്ച് ഞാൻ അന്വേഷണം തുടങ്ങി. 8-ാം ദിവസം അതിൻ്റെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയും. നെടുമങ്ങാട്ടുള്ള ആ ടാക്സിക്കാരൻ്റെ കൊന്ന് ആ വണ്ടി എടുക്കാൻ പോയപ്പം ആ വണ്ടിക്ക് ഇയാൾ ഡെഡ് ബോഡി എടുത്ത് ഡിക്കിക്കകത്ത് വെച്ച് അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പം പഴയ കാലത്ത് അംബാസഡർ വണ്ടിക്ക് ആ കീ ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ ഇൻസർട്ട് ചെയ്തെങ്കിൽ മാത്രമേ സ്റ്റാർട്ടാവുള്ളൂ. കീ ഇട്ട് സ്റ്റാർട്ട് ചെയ്താൽ സ്റ്റാർട്ടാകത്തില്ല. അത് ആ കൊന്ന കൊലയാളിക്ക് അറിയാൻ മേലാതെ വന്നു. കാരണം അതിനകത്ത് ഒന്നുകൂടെ പ്രസ് ചെയ്ത് അടിയിലോട്ട് പോയെങ്കിൽ മാത്രമേ സ്റ്റാർട്ടാവുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു വണ്ടിക്ക്. അങ്ങനെയാണ് VS എനിക്ക് ഒരു പോസ്റ്റിംഗ് തന്നെ. അപ്പം കാരണം ഒരാൾ മരിക്കേണ്ടി വന്നു എന്നെനിക്ക് തോന്നുന്നു. കാരണം അത് വളരെ ദുഃഖത്തോടെയാണ് ഞാൻ ആ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്, അവരുടെ വീടൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. അവിടെ ആ ഡെഡ് ബോഡി അവിടെ കൊണ്ടുപോയി വീട്ടുകാരെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ബഹുമാന്യനായ VS അച്യുതാനന്ദൻ അസാമാന്യ ബുദ്ധിയുള്ളൊരു മനുഷ്യനാണ്. പ്രായോഗിക ബുദ്ധി പരിജ്ഞാനം അദ്ദേഹത്തിന് വളരെ കൂടുതലാണ്. ഞാൻ ഓരോ പ്രാവശ്യം അദ്ദേഹത്തിനെ കാണാൻ ചെല്ലുമ്പം നേരത്തെ വിളിച്ചു പറയും അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അടുത്ത് എപ്പോഴാണ് സൗകര്യം എന്ന് പറഞ്ഞാൽ. കാരണം 1 മണിക്കൂർ 2 മണിക്കൂർ ചിലപ്പോൾ അത് നീളും. കാരണം R ബാലകൃഷ്ണപിള്ള ഇടമലയാർ കേസിനകത്ത് വളരെയധികം പണം തട്ടിച്ചെടുത്തു എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് VS അച്യുതാനന്ദൻ. അതുകൊണ്ട് അദ്ദേഹം ആ കേസിൻ്റെ ഇടമലയാർ കമ്മീഷൻ രൂപീകരിച്ചിട്ട് R ബാലകൃഷ്ണപിള്ളയെ ശിക്ഷിപ്പിക്കണം എന്ന ഒരു ചിന്താഗതിക്കാരനായിരുന്നു. രാഷ്ട്രീയമായിട്ട് കേരളത്തിലെ ശിക്ഷ കിട്ടിയ ഏക വ്യക്തി ആണ് ശ്രീ R ബാലകൃഷ്ണപിള്ള. അപ്പോൾ അദ്ദേഹം ഓരോ പ്രാവശ്യം എന്നെ കാണുമ്പോഴും അദ്ദേഹം മറ്റാരും കാണില്ല, ഈ കേസിൻ്റെ പ്രോഗ്രസ് ചോദിക്കും. അദ്ദേഹത്തിന് നിയമം പഠിച്ചിട്ടില്ലെങ്കിലും ഒരാൾ തട്ടിച്ചും വെട്ടിച്ചും കാണിക്കുന്ന കാര്യങ്ങളെപ്പറ്റി എങ്ങനെയാണ് പ്രോസിക്യൂഷൻ നടത്തേണ്ടത് നല്ല നിശ്ചയമുള്ള ആളാണ്. പ്രായോഗിക പരിജ്ഞാനമാണ്. ആ രാഷ്ട്രീയത്തിൽ നിന്നുണ്ടായ ചില തീരുമാനങ്ങൾ അദ്ദേഹം എടുത്തു കഴിഞ്ഞാൽ അത് മാറ്റാൻ ആർക്കും കഴിയില്ല. അതാരും പ്രേരിപ്പിച്ചാലും അദ്ദേഹം വഴങ്ങില്ല. കാരണം എൻ്റെ അടുത്ത് ഓരോ പ്രാവശ്യവും ഈ എവിഡൻസിനെ പറ്റിയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹത്തിനറിയാം ഒരാളെ ശിക്ഷിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ക്രിമിനൽ കേസ് അല്ലാതെ വേറൊരു നടപടി ഇല്ല എന്ന് അദ്ദേഹത്തിനറിയാം. രാഷ്ട്രീയമായിട്ട് എന്ത് കാണിച്ചാലും ശരി, എന്തു പറഞ്ഞാലും ശരി, ക്രിമിനൽ കേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരാളെ ഒതുക്കാൻ കഴിയുള്ളൂ, അല്ലെ ശിക്ഷിപ്പിക്കാൻ കഴിയുള്ളൂ എന്നാണ്. അപ്പോൾ ഈ കേസിൻ്റെ ഓരോ സമയത്തും എൻ്റെ അടുത്ത് ഇപ്പോഴെന്താ ചെയ്യുന്നത്, ഏത് രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ ചോദിക്കും. അപ്പം ആ ട്രെയിനിൽ വന്ന ആ സിമെൻറ്റ് 3-4 വാഗൺ സിമെൻറ്റ് വന്നു. 1-2 വാഗണിലെ സിമെൻറ്റ് അപ്രത്യക്ഷമായി. അപ്പോൾ അതിൻ്റെ എവിഡൻസ് എങ്ങനെയാണ് പോകുന്നത്? അദ്ദേഹത്തിന് നല്ല നിശ്ചയമുണ്ട് മനസ്സിൽ. അത് വെച്ചിട്ടാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അതിൻ്റെ എവിഡൻസ് എങ്ങനെയാണ് പോകുന്നത്? അത് നേരത്തെ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായിരിക്കുന്ന ശ്രീ ജോസഫ് കുഞ്ഞിനും അതുപോലെ കൃഷ്ണമൂർത്തി സാറിനും ഗോപിനാഥൻ സാറിനും ഒക്കെ അതറിയായിരിക്കാം. അവരുടെ അടുത്തും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടാവണം. എൻ്റെ അടുത്ത് അവിടെ ഇറങ്ങിയ സിമെൻറ്റ് ഇടമലയാറിൽ ചെന്നിട്ടില്ലല്ലോ, അതെങ്ങനെ നമ്മൾ തെളിയിക്കും? ഞാൻ പറഞ്ഞ ഇടമലയാറിൽ അവിടെ ഒരു കണക്കുണ്ട്. അവിടെ സിമെൻറ്റ് ചാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അട്ടിയിട്ട് കണക്കേൽപ്പിക്കണം. ഇവിടുന്ന് 4 വാഗൺ ട്രെയിനിൽ 4 വാഗൺ സിമെൻറ്റ് വന്നാൽ അത്രയും സിമെൻറ്റ് എത്ര ചാക്കുണ്ടെന്നും ആ ചാക്ക് അവിടുത്തെ രജിസ്റ്ററിൽ എൻട്രി ചെയ്യും. അവിടെ ആ ഡാമിൻ്റെ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അവിടെ അത് എൻട്രി ചെയ്യും. എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ 1000 ചാക്ക് വന്നെങ്കിൽ 1000 ചാക്ക് കാലിച്ചാക്ക് അവിടെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ അട്ടിയിട്ട് കണക്കേൽപ്പിക്കണം. അങ്ങനെയാണ്
സിമൻറ്റ് മോഷണം തടയുന്ന ഒരു മാർഗം. പക്ഷേ ഇവിടെ അങ്കമാലിയിൽ അവിടെ വന്ന് ഇറങ്ങിയ, അവിടെ വന്ന് വാഗണിൽ വന്ന സിമൻറ്റ് അത്രയും ചാക്ക് അവിടെ പോയിട്ടില്ല. അവിടുത്തെ രജിസ്റ്റർ നോക്കിയപ്പോൾ അത്രയും ചാക്ക് അവിടെ ചെന്നിട്ടില്ല. ആയിരക്കണക്കിന് ചാക്ക് ഇവിടുന്ന് പോയിരിക്കുന്നു. അതാണ് ഒരു ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ. സർക്കാരിൻ്റെ പണം തട്ടിമാറ്റി എന്ന് കൃത്യമായി അദ്ദേഹത്തിന് അറിയാം. അതിൻ്റെ എവിഡൻസിനെ പറ്റിയാണ് കൂടെ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അതങ്ങനെ വന്നാൽ എങ്ങനെയാണ്? അതിനൊരു കമ്മീഷൻ പ്രത്യേകമായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. ആ കമ്മീഷനാണ് അദ്ദേഹത്തിനെ ശിക്ഷിച്ചത്. ആ ജഡ്ജ് അതിൻ്റെ എവിഡൻസുകൾ വളരെ കൂലങ്കക്ഷമായിട്ട് പരിശോധിച്ച് നോക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹം എൻ്റെ അടുത്ത് കൂടെ ചോദിക്കുന്നത് ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിനകത്ത് തീർച്ചയായിട്ടും ഒരു മിസ്അപ്രോപ്രിയേഷൻ ഉണ്ട്. അതിനകത്ത് സിമൻറ്റ് ചാക്ക് ഇവിടുന്ന് എടമലയാർ ഡാമിൽ ചെന്നിട്ടില്ല. അതിൻ്റെ റെക്കോർഡെല്ലാം ഞാൻ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് വലിയ സന്തോഷമായി. അത് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഡാമിന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഡാമിന് ചോർച്ചയുണ്ട്. ഡാമിന് ചോർച്ച വേണം. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, ഡാമിന് ചോർച്ച വേണം, പ്രഷർ കൂടെ. ചില ഭാഗത്ത് ചോർച്ച ഉണ്ടാവും, അത് വെള്ളം പോകണം, ആ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതെനിക്ക് മനസ്സിലാക്കി തന്നത് UN ഈ വേൾഡിലുള്ള പല സ്ഥലങ്ങളിലുള്ള ഡാം, അത് ഒരു മേനോനാണ്, പാലക്കാട്ട് മേനോനാണ് അതിൻ്റെ എക്സ്പെർട്ട്. അദ്ദേഹമാണ് വേൾഡിലെ പല സ്ഥലങ്ങളും പോയി ഡാമിൻ്റെ ഈ പരിശോധന നടത്തുന്നത്. അദ്ദേഹം ഈ കേസിൽ ഒരു സാക്ഷിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആ ഡിഫൻസ് ലോയർ ചോദിക്കുകയും ചെയ്തു, അവിടെ ലീക്കുണ്ടായ കൺസ്ട്രക്ഷൻ്റെ കുഴപ്പമില്ല, കൺസ്ട്രക്ഷനിൽ. അപ്പോൾ അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു, അത് ചില സ്ഥലത്ത് ലീക്ക് ഉണ്ടാകണം, പ്രഷർ, വെള്ളത്തിൻ്റെ പ്രഷർ കുറയ്ക്കാൻ ചില സ്ഥലത്ത് ലീക്ക് വെക്കും എന്നാണ്. എനിക്ക് അന്നേരമാണ് അത് മനസ്സിലായത്. ഞാനും നേരെ തിരിച്ചാണ് അത് കരുതിയിരുന്നത്. VS അത് കൃത്യമായിട്ടെല്ലാം ചോദിച്ചു, എല്ലാം പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഏത് കാര്യമായാലും, ചെറിയ കാര്യമായാലും ശരി, വലിയ കാര്യമായാലും ശരി, VS അത് കൃത്യമായിട്ട് പഠിക്കുന്ന മാത്രമല്ല, അത് മെമ്മറി നിൽക്കും. അസാമാന്യ മെമ്മറിയുള്ള വ്യക്തിയാണത്. അദ്ദേഹം ഒരെണ്ണം ബുക്ക് എടുത്ത് റെഫർ ചെയ്യേണ്ട ആവശ്യം ഞാൻ കണ്ടിട്ടില്ല. ഓരോ കാര്യങ്ങളും ചോദിക്കുമ്പോൾ ഞാൻ അതിശയം വിചാരിച്ചിട്ടുണ്ട്, എത്ര മെമ്മറി പവറാണ്. അദ്ദേഹം വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ കൂടി വന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും അദ്ദേഹം മറക്കില്ല. അത് ആ തലയിൽ തന്നെ ഉണ്ടാവും. ഓരോന്ന് എടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ അതിശയിച്ചു, ഇതൊക്കെ എങ്ങനെയാണ് ഓർത്ത് വെക്കാൻ പറ്റിയത്? നമ്മളൊക്കെയാണ് പല കാര്യങ്ങളും ഓർക്കുന്നത്, അവിടെ ഇവിടെയൊക്കെ കുറിച്ച് വെക്കും, എന്നിട്ട് അത് ഒന്ന് നോക്കുമ്പോൾ അത് റിഫ്രഷ് ചെയ്യും. പക്ഷേ VS അതിൻ്റെ ആവശ്യമില്ല. അടുക്കും ചിട്ടയായിട്ട് ഒന്നിൻ്റെ പുറകെ ഒന്ന് ഓരോ ചോദ്യം വരുമ്പോൾ ഞാൻ തന്നെ അന്തം വിട്ടു പോകും. അതുകൊണ്ട് ഒരു അസാമാന്യ ബുദ്ധിയുള്ള, പ്രായോഗിക പരിജ്ഞാനമുള്ള, നല്ല നിയമപരിജ്ഞാനം, അദ്ദേഹം പഠിച്ചിട്ടില്ലെങ്കിൽ നല്ല നിയമപരിജ്ഞാനം ആർജിച്ച വ്യക്തിയെന്നേ ഞാൻ പറയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഇരിപ്പും നടപ്പും നോട്ടവും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. നമ്മളത് കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പഴയ ഓരോ TV വരുന്ന ഷോട്ടുകളൊക്കെ ഞാൻ എപ്പോഴും കൗതുകത്തോടെയാണ് നോക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ മൂവ്മെൻറ്റും, അദ്ദേഹത്തിൻ്റെ ആ ജൂബ ഷർട്ട്, മറ്റു ചില കാര്യങ്ങൾ. അദ്ദേഹം വീട്ടിൽ ഒരു ആടിനെ വളർത്തിയിരുന്നു എന്ന് പറഞ്ഞു. ആട്ടുംപാൽ അദ്ദേഹം കുടിക്കുമായിരുന്നു. ആരോഗ്യത്തിൻ്റെ ഒരു ലക്ഷണം തന്നെ ആയിരിക്കണം അത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യത്തിലും അദ്ദേഹം സ്വന്തമായ തീരുമാനത്തിലും അത് മറ്റുള്ളവരുടെ പലരെയും കേൾക്കും എങ്കിലും അതിൻ്റെ എല്ലാം കേട്ട ശേഷം അതിൽ നിന്ന് അദ്ദേഹം ഒരു കണ്ടെത്തും. അതിൽ നിന്ന് പിന്നെ മാറില്ല. അതുകൊണ്ടാണ് എടമലയാർ കേസിന് അദ്ദേഹം കേസെടുപ്പിക്കുകയും, അത് തന്നെയല്ല, അതിൻ്റെ അകത്ത് സിമൻറ്റ് മോഷണം കൃത്യമായി അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. എത്രയോ കോടി രൂപ അതിൻ്റെ അകത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ളതെന്ന് അദ്ദേഹത്തിന് അറിയാം. അതിൻ്റെ അകത്ത് ഏതൊക്കെ എൻജിനീയേഴ്സാണ് അതിനൊക്കെ കൂട്ടുകൂടിയത്, ഇതെല്ലാം അദ്ദേഹത്തിന് നല്ല ഓർമ്മയുടെ പേരും നിശ്ചയമുണ്ട്. അപ്പോൾ ഞാൻ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മെമ്മറി, അസാമാന്യ മെമ്മറിയുള്ള ഒരാളാണ്. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം നോക്കും. ആ നോട്ടത്തിൽ അറിയാം, ആളെ മനസ്സിലായി, എന്താണ് അദ്ദേഹം ചിന്തിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. കാരണം അത് ഒരു പ്രത്യേക കഴിവാണ് അദ്ദേഹത്തിൻ്റെ. അത് ജന്മനാ കിട്ടിയൊരു വാസനയാണ്. അസാമാന്യ ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ്, പ്രായോഗിക പരിജ്ഞാനമുള്ള ഒരു നേതാവ് തന്നെയാണ് സഖാവ് VS അച്യുതാനന്ദൻ. എനിക്ക് പലർക്കും, ഞാൻ രാഷ്ട്രീയക്കാരനെ ഒരു ചായയോടുകൂടി ഇതുവരെ എങ്ങും സംസാരിച്ചിട്ടില്ലെങ്കിലും VSുമായിട്ട് നല്ല അടുപ്പമുണ്ട്. എനിക്ക് കരുണാകരനുമായിട്ട് നല്ല അടുപ്പമുണ്ട്, K കരുണാകരൻ. അതുപോലെ തന്നെ നായനാരുമായിട്ടും അടുപ്പമുണ്ട്.
അതൊക്കെ വ്യത്യസ്തമായ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവരോടൊക്കെ അടുപ്പം വരുന്നത്. കാരണം അവർക്ക് ചില പ്രസ്റ്റീജ് കേസുകൾ വരുമ്പം അവരന്വേഷിക്കും, ആരന്വേഷിച്ചാൽ തെളിയും. ഈ 3 പേരെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. 3 പേർക്കും എന്നോട് വളരെ സൗഹൃദമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ വി എസിനെ ഓർക്കുന്നത്. പലർക്കും അതറിയില്ല. വി എസ് എന്ന ആ വ്യക്തിത്വം തീർച്ചയായിട്ടും ഒരു കേരളത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ആരെന്ത് വി എസിനെ പറ്റി പറഞ്ഞാലും ഞാൻ കമൻറ്റ് ചെയ്യത്തില്ല. കാരണം അദ്ദേഹം വളർന്നു വന്ന വഴികൾ നമുക്കറിയാം. മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്ന് ഇരുന്നത് അറിയാം. അതൊക്കെ നമ്മൾ ബഹുമാനിച്ചേ പറ്റുള്ളൂ. എത്രയോ രാഷ്ട്രീയമായ കടമ്പകൾ കടന്നിട്ടാണ് അദ്ദേഹം ആ സ്ഥാനത്തെത്തിയത്. എങ്കിലും ഇന്നും അദ്ദേഹത്തിനോട് ആ സ്നേഹവും ബഹുമാനവും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ നേതാവായ എ.കെ. ഗോപാലൻ, അന്ന് ഞാൻ സർവീസിൽ കയറിയതേ ഉള്ളൂ. ഞാൻ മെഡിക്കൽ കോളേജ് എസ് ഐ ആയിരിക്കുമ്പോഴാണ് എ.കെ. ഗോപാലൻ അവിടെ സുഖമില്ലാതെ വന്ന് കിടക്കുന്നത്. അപ്പോൾ എല്ലാ സമയവും എൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാകും. കാരണം അദ്ദേഹത്തിനെ കാണാൻ എല്ലാ വി ഐ പികളും വരുമ്പം SHO ആയ മെഡിക്കൽ കോളേജിലെ SI അവിടെ ഉണ്ടാകണം. ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടു. രാത്രിയും പകലും ഒക്കെ വി ഐ പികൾ കയറി വരും. ആ സമയത്ത് നമ്മളവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് അങ്ങനെ ഈ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള പല മഹാ വ്യക്തിത്വങ്ങളുമായിട്ട് വളരെയധികം അടുപ്പം എനിക്കുണ്ട്. അത് എപ്പോഴും ഈ അന്വേഷണത്തിൽ കൂടെ ആ വിവരം ബി എസുമായിട്ടുള്ള അടുപ്പം ഞാനിപ്പം പറയാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. അന്വേഷണത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ അന്വേഷണത്തിൻ്റെ തുടർച്ച നിങ്ങൾക്ക് കാണാം.